തിരുവല്ലയിലെ കടപ്ര നിവാസികൾ ഒരു ശ്മശാനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 8 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ ശ്മശാനം ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. ഈ വർഷമെങ്കിലും ശ്മശാനത്തിന് ശാപമോക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ നാട്ടുകാർ. ദേശീയപാത വികസനത്തിനും റെയിൽവേ വികസനത്തിനുമൊക്കെ കാത്തിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ഒരു നാടാകെ ഒരു ശ്മശാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 1-2 വർഷത്തെ കാത്തിരിപ്പല്ല, നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പ്. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ചാണ് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പരുമലയിലെ ഭൂമിയിൽ വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. സ്വകാര്യ നിർമ്മാണ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയും അനുവദിച്ചു. ഒരേ സമയം 6 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളായിരുന്നു വാഗ്ദാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓഡിറ്റ് വിഭാഗം ക്രമക്കേട് കണ്ടെത്തി. ഇതോടെയാണ് കാര്യങ്ങൾ അവതാളത്തിലായത്. 40 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കാനായിട്ട് തുടങ്ങിയ ശ്മശാനം ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടിലാണ്. നമുക്ക് അത്യാവശ്യം ഒരു പൊതുശ്മശാനം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കടപ്ര, നെരണം, പെരിങ്ങര പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു പൊതുശ്മശാനമാണിത്. പക്ഷേ അത് പൂർണ്ണമായി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് പണി നാമമാത്രമായാണ് പൂർത്തീകരിക്കാനുള്ളത്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ജനവിഭാഗത്തിന് അത് ഗുണകരമായി മാറേണ്ട ഒരു പദ്ധതി പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന് കരുതുന്നു. പിന്നീട് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തു. കെട്ടിടത്തിന്റെ ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായി. കെട്ടിടം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്നാണ് പഞ്ചായത്ത് വിശദീകരണം. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറന്നു നൽകുമെന്നും പഞ്ചായത്ത് വിശദീകരിക്കുന്നു. അതിനകത്തിൽ ധാരാളം ന്യൂനതകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതനുസരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വിദഗ്ധ സമിതി ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനുള്ള ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാസ് ക്രമറ്റോറിയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതിയുടെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുള്ളൂ. ഇക്കൊല്ലമെങ്കിലും ശ്മശാനം തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇങ്ങനെ കിടന്ന് നശിക്കുന്നത് പൗരന്മാരുടെ നികുതിപ്പണമാണ്. കൃത്യമായ അന്വേഷണം വേണം, ഒപ്പം നടപടിയും. ഒരു ശ്മശാനത്തിന് വേണ്ടി 8 വർഷത്തെ കാത്തിരിപ്പ് അത് കുറച്ച് കൂടുതലാണെന്ന് പറയാതെ വയ്യ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.